ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മലബാർ സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞങ്ങൾ മലപ്പുറംകാരെ എങ്ങനെയാണ് മീൻകറി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ അയലമീൻ വെച്ചിട്ടാണ് ഈ തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കിയിട്ടുള്ളത്. വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ മീൻകറി തയ്യാറാക്കാൻ ആവശ്യമായ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിൽ കറി വയ്ക്കുമ്പോഴാണല്ലോ കൂടുതലൊരു ഫ്ലേവർ കിട്ടുക. അതിലോട്ടൊരു തക്കാളിയും 2 പച്ചമുളകും അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ അരച്ച മീൻകറിയിൽ ഞങ്ങൾ വെളുത്തുള്ളി ചേർക്കാറില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിന് അടുത്ത് മതിയാവേ, 1/2 ടീസ്പൂൺ കൂടുതലൊന്നും എടുക്കരുത്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, അത്ര തന്നെ ഉപ്പ് ഇവ ചേർക്കുന്നുണ്ട്. പൊടികളായിട്ട് ഇത്രയും മാത്രമേ ചേർക്കുള്ളൂ. ഇനി ചേർക്കേണ്ടത് പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള പുളിയാണ് കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കുടംപുളി ഉപയോഗിക്കുന്നത് റെയറാണ്. ആരും കടയിൽ നിന്നും വാങ്ങി കുടംപുളി ഉപയോഗിക്കാറില്ല. പച്ചക്കറി ഉപയോഗിച്ചിട്ടുള്ള കറികളായാലും മീൻകറികളിലൊക്കെ ആയാലും ഈ ഒരു വാളം പുളി പിഴിഞ്ഞതാണ് ഉപയോഗിക്കാറ്. ഇത് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്ത് ഈ വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കഴുകി ക്ലീനാക്കി വെച്ച മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാവേ. മീനും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, 2-3 ചെറിയ ഉള്ളി, തേങ്ങ ചിരകിയെടുത്തത് ഇവ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മുറി തേങ്ങയുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് അരഞ്ഞു കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് നേരത്തെ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ച വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് അല്പം കൂടി വെള്ളം ഒഴിച്ചൊന്ന് ചുഴറ്റി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇവിടെ ഈ രീതിയിലും മീൻകറി തയ്യാറാക്കാറുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറി കൊണ്ടൊക്കെ കറി വെക്കുന്ന പോലെയില്ലേ, അതായത് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്ന ശേഷം അവസാനം അരപ്പ് ചേർത്ത് ഒന്ന് തിളച്ച ശേഷം വാങ്ങി വെക്കുന്നത്, അതുപോലെയും തയ്യാറാക്കാറുണ്ട്. മീനും തേങ്ങയും എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് വെറൈറ്റി രീതിയിൽ കറികൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം നമ്മുടെ കറി അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. മീൻകറി സ്റ്റൗവിൽ വെച്ച ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ അടപ്പൊന്ന് തെറ്റിച്ച ശേഷം അടച്ചു വെക്കണേ. അതല്ലെങ്കിൽ തിളച്ച് കറി പൊന്തി വന്ന ശേഷം ഫുള്ള് പുറത്തോട്ട് പോകും. ഇത് നമുക്ക് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീനൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ തന്നെ വേവും എന്നാണ് പറയുക. അതുകൊണ്ട് മീൻ ഉടഞ്ഞു പോവാതെ സൂക്ഷിക്കണേ. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അവസാനമായി ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ടൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 6-7 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ചിക്കൻ കറി, മീൻകറി എന്നിവയൊക്കെ തയ്യാറാക്കുമ്പോൾ ചെറിയ ഉള്ളി അതല്ലെങ്കിൽ ഉലുവ അതൊക്കെ ചേർക്കാറുള്ളൂ കേട്ടോ. ഞാൻ ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ മീൻകറി, ചിക്കൻ കറി ഇവയിലൊക്കെ കടുക് പൊട്ടിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മലപ്പുറം ഏരിയയിൽ പച്ചക്കറികളിൽ മാത്രമേ കടുക് പൊട്ടിക്കാറുള്ളൂ. ഈ ചെറിയ ഉള്ളി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മീൻകറി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ മൂപ്പിച്ചൊഴിക്കുന്നില്ലെങ്കിൽ അവസാനമായിട്ട് കറിയിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി അയലമീൻ തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളുടെ നാട്ടിലും മീൻകറി ഇങ്ങനെ തന്നെയാണോ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം എന്നൊന്ന് പറഞ്ഞു തരണേ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്